കുഞ്ഞു കുഞ്ഞു ഓണവിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഗംഭീരമായിട്ടുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ ഒരു 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് അടുക്കളയിൽ കയറി നമ്മൾ ഓണസദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം തന്നെ ഇഞ്ചിമ്പുളിയും കാളനൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ അവിയൽ, ഓലൻ, ഇഷ്ടു, സാമ്പാർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ രാവിലെ എണീറ്റ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പഴം പുഴുങ്ങിയതും പിന്നെ ഓണത്തിന് വിളമ്പാൻ വെച്ചിട്ടുണ്ടായിരുന്ന കായനുറുക്കും മറ്റേ ശർക്കര വരട്ടിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് തന്നെ ചേട്ടൻ മുറ്റത്ത് പിള്ളേരൊക്കെ ആയിട്ട് വിളിച്ച് നാത്തൂൻ്റെ മോളും ഒക്കെ ഉണ്ടായിരുന്നു പൂക്കളിടുകയാണ്. അപ്പോൾ ഗംഭീരമായിട്ടുള്ളൊരു പൂക്കളമായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാണ്ടാണ് അത്ര വലിയ പൂക്കളം നമുക്കിന്ന് സെറ്റാക്കി കിട്ടിയത്. കാരണം നമ്മൾ കുഞ്ഞൊരു പൂക്കളിടാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു കവറിൽ പൂക്കളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രതീക്ഷിക്കാതെ അന്ന് രാവിലെ ആകുമ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് കുറച്ച് പൂക്കളൊക്കെ കൊടുന്നു. അവരെ പൂരാഘോഷ കമ്മിറ്റിയിലോ അമ്പലത്തിലൊക്കെ പൂവിട്ടതിൻ്റെ ബാക്കി പൂക്കളായിരുന്നു കേട്ടോ. അത് നല്ല കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് കൊണ്ടു തന്നപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വലിയൊരു പൂക്കളം തന്നെ തയ്യാറാക്കി. അപ്പോൾ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ആ പിള്ളേരെയൊക്കെ കുളിപ്പിച്ച് പുതിയ ഡ്രസ്സുകളൊക്കെ ഇട്ട് കൊടുത്തു. അവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നമ്മൾ എടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർക്ക് ചായയൊക്കെ കൊടുത്തു. അപ്പോൾ പഴം പുഴുങ്ങിയതൊക്കെയാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം എനിക്ക് ഓണാഘോഷങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് അധിക നാളായിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓണം ആഘോഷിക്കണില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു കറിയും ഒരു ഉപ്പേരിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഓണത്തിന് സെറ്റാക്കാമെന്നൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാനിങ് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്തൊന്നും നമുക്ക് നടക്കില്ലായിരുന്നു. നമ്മൾ മാറ്റാൻകുഴപ്പം നിൽക്കുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കണ്ടേ. മാറ്റാൻകുഴപ്പം എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും പിള്ളേരൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാര്യം നമുക്കതുപോലെ ചെയ്യാം. പക്ഷേ അത് വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ആഘോഷം നമ്മളായിട്ട് ഇല്ലാണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അവർക്കും വയസ്സായിട്ടുണ്ട്. അപ്പോൾ അടുത്ത കൊല്ലം നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വെച്ചെങ്കിൽ മനുഷ്യന്മാരാണ്, നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നാളെ എന്നുള്ളത് നമുക്ക് വേറൊരു പ്രതീക്ഷ മാത്രമാണ് അല്ലേ. അപ്പോൾ ജനിച്ച ഒരു ദിവസം മരിക്കണം. അപ്പോൾ നമ്മൾ അത് വയസ്സാവണം അല്ലെങ്കിൽ ചെറുപ്പക്കാരങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ സന്തോഷമായിട്ട് കഴിഞ്ഞ് പോവുക എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞൊരു സദ്യയൊക്കെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടനെ ഞാൻ പായസം വയ്ക്കാനായിട്ട് ഏൽപ്പിച്ച് കൊടുത്തു. പിന്നെ വീട് അടിക്കാനും തുറക്കാനൊക്കെ ആയിട്ട് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്തം മുതലൊന്നും നമ്മളിവിടെ പൂക്കളമൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഓണത്തിൻ്റെ അന്ന് ഒരു ചെറിയൊരു പൂക്കളം ഇടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ശ്രീകുട്ടനും പറഞ്ഞു കേട്ടോ, നമുക്ക് പൂക്കളമൊന്നും ഇടണ്ട, രസമൊന്നും വാങ്ങണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവനും ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാറായല്ലോ. അപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിള്ളേർക്ക് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അവരുടെ സന്തോഷം നമ്മളായിട്ട് ഇല്ലാണ്ടാക്കണ്ടല്ലോ. നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ചെറുപ്പത്തിലായിരിക്കുമല്ലോ നമുക്ക് നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ കളയണ്ടെന്ന് വിചാരിച്ച് അവർക്ക് ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പഴയ ഒരു ഡ്രസ്സൊക്കെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓണാഘോഷം എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അടുക്കളയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓണത്തിനൊക്കെ ആണെങ്കിൽ അടുക്കളയിൽ കുറച്ചും കൂടി പണി ഉണ്ടായിരിക്കുന്നു മാത്രം. പിന്നെ ഒന്ന് വീട്ടിലേക്ക് പോകാം എന്നുള്ളതാണ് ഓണത്തിന് ഉള്ള നമ്മുടെ ഒരു ആഘോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് വീട്ടിലേക്കും പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ നമ്മൾ സദ്യ വയ്ക്കലൊക്കെ ഒരു 10 മണിക്ക് മുന്നേ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ 10 മണി 11 മണിയുടെ ഉള്ളിലൊക്കെ സദ്യ കഴിക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് നേരം വൈകിയായിരുന്നു കേട്ടോ. നമ്മൾ എങ്ങോട്ടും പോക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. ഒരു 12 മണിക്കൊക്കെയാണ് കഴിച്ചത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ് വീണ്ടും വിശക്കൂലോ. അപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ ഇലട്ടിട്ട് ഞാൻ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് ഫ്രീ ആയപ്പോൾ ഒന്ന് ഫോൺ നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ പോലെ ഒരു വീഡിയോ ഞാൻ കണ്ടു കേട്ടോ യൂട്യൂബിൽ. നമ്മൾ മരിച്ചവർ പ്രിയപ്പെട്ടവർ മരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആഘോഷങ്ങൾ എന്നൊക്കെയാണ് ആഘോഷിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പൊതുവെ പറയാറുണ്ടല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ആയിരുന്നു കണ്ടത്. അപ്പോൾ അതിലെ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് കുറച്ച് അവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് തോന്നി. കാരണം നമ്മൾ മരിച്ചവർക്ക് വേണ്ടിയിട്ട് നമ്മൾ 16 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ബലിയിടൽ ചടങ്ങും കർമ്മങ്ങളൊക്കെ ചെയ്ത് വിടുക. അവരെ പ്രേതാവസ്ഥയിൽ നിന്ന് അവരുടെ ആത്മാവിന് ശാന്തി നൽകാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർഷാവർഷം അവർക്ക് ശ്രാദ്ധത്തിൻ്റെ അന്ന് ബലി ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഒരു വർഷം നല്ല പ്രിയപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ജീവനുള്ളിടത്തോളം കാലം നമുക്ക് ആ ഒരു വിഷമം ഉണ്ടാവും. അപ്പോൾ അവരെ ആലോചിച്ച് നമ്മൾ വിഷമിക്കുന്നത് അവർ കാണാൻ അവർക്ക് ഇഷ്ടമില്ല എന്നൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പ്രകാരം തന്നെ ഞാനവരെ കൂടെ ഇലയിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ഞങ്ങളുടെ ആൾക്കാർക്കൊക്കെ ഇതുണ്ടാവും, എന്താണ് അച്ഛൻ മരിച്ചിട്ട് ഓണം ആഘോഷിക്കണമെന്നൊക്കെയുള്ള ചിലപ്പോൾ ഒരു ചിന്ത ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ തോന്നി അച്ഛന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ആൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വോയിസ് കൊടുക്കാതെ അപ്ലോഡ് ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഓണവിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വർഷത്തെ ഓണം നമുക്ക് എല്ലാവരും കൂടി നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ കൂടെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കാൻ കഴിയട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഇപ്പോൾ നമുക്കുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.